ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് നമുക്ക് ക്ലയൻറ്റ് സൈഡിനകത്ത് നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് ആഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ആംഗുലറിനകത്ത് നമുക്ക് ആംഗുലറിൽ NGX ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് ഈ ബൂട്ട് സ്ട്രാപ്പ് നമുക്ക് ആംഗുലറിനകത്ത് ഒരു മൊഡ്യൂൾ ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂളിനകത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ npm install ngx bootstrap ഉണ്ട്. ഓക്കെ, സോ ഈ ngx bootstrap ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗുലറിനകത്തുള്ള ഒരു ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബൂട്ട്സ്ട്രാപ്പ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു CSS ഫ്രെയിംവർക്ക് ആണ്. അതിനകത്ത് പ്രീ ഡിഫൈൻഡ് സ്റ്റൈൽസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഈ സ്റ്റൈൽസ് നമുക്ക് അപ്ലൈ ചെയ്യുന്ന നമുക്ക് നോർമലി മാനുവലി നമ്മൾ CSSനകത്ത് സ്റ്റൈൽ എഴുതുന്നതിന് പകരം നമുക്ക് ബൂട്ട്സ്ട്രാപ്പിനകത്ത് നമുക്ക് ഓരോ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സിനകത്ത് നമുക്ക് ആക്ച്വലി പ്രീ ഡിഫൈൻഡ് സ്റ്റൈൽസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ ബൂട്ട്സ്ട്രാപ്പിന്റെ ബൂട്ട്സ്ട്രാപ്പ് ആണ്. നമുക്ക് ആംഗുലറിന്റെ ബൂട്ട്സ്ട്രാപ്പും നമുക്ക് ഈ രണ്ട് സാധനങ്ങളും വേണം. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. പക്ഷേ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് കുറച്ചുകൂടെ എന്താ പറയുക, കൂടുതൽ സ്റ്റൈൽസും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ രണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, സോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ npm install ngx-bootstrap എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് നോഡ് മൊഡ്യൂൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ രണ്ട് ബൂട്ട്സ്ട്രാപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ പ്രോജക്റ്റിൽ നമ്മളിവിടെ രണ്ട് ബൂട്ട്സ്ട്രാപ്പ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സോ നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആംഗുലറിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനിവിടെ npm ക്ലിയർ ചെയ്ത് കാണിച്ചു. ഓക്കെ, npm ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ആണ്. അതിനകത്ത് നമുക്ക് വേണ്ടത് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നൊരു സാധനം, നമുക്ക് അത് എടുക്കണം. സ്പേസ് നമ്മൾ അറ്റ് 5.3.3 കൊടുക്കണ്ട, കാരണം ഇത് ലേറ്റസ്റ്റ് വെർഷൻ ആണ്. സോ ലേറ്റസ്റ്റ് വെർഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങളൊക്കെ മുന്നത്തെ വെർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അറ്റ് കൊടുത്ത് പറ്റത്തുള്ളൂ. ഇനി ആംഗുലർ ബൂട്ട്സ്ട്രാപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഇവരുടെ ഡോക്കിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോമ്പാറ്റബിലിറ്റി നോക്കിയാൽ ഇവിടെ NGX ബൂട്ട്സ്ട്രാപ്പ് ആംഗുലർ 3 കോളം ആയിട്ടായിരിക്കും. ഇതിനകത്ത് നമ്മൾ ആംഗുലർ 18 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ NGXന്റെ ബൂട്ട്സ്ട്രാപ്പ് വെർഷൻ 18.x എന്ന് പറയുന്ന ഏത് വെർഷൻ വേണമെങ്കിൽ 18 കഴിഞ്ഞിട്ട് ഏത് നമ്പർ വേണമെങ്കിൽ വരാം. അതുപോലെ ബൂട്ട്സ്ട്രാപ്പ് CSS എന്ന് പറയുന്നത് 5.xx ഓർ 4.xx. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് 5 ആണ്. 5ഉം വരാം, അല്ലെങ്കിൽ 4ഉം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ആംഗുലർ 17 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ NGXന്റെ ബൂട്ട്സ്ട്രാപ്പ് വെർഷൻ 12 ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെയും 5 ഓർ 4 ആയിരിക്കും ബൂട്ട്സ്ട്രാപ്പ് CSS. കാരണം നമ്മളിപ്പോൾ ആംഗുലർ 17 ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ NGX ബൂട്ട്സ്ട്രാപ്പ് ലേറ്റസ്റ്റ് വെർഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരും. അതാണ് ഈ ആംഗുലറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. നമ്മൾ എപ്പോഴും ഒരു ആംഗുലർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നിങ്ങൾ ഏത് വെർഷനാണ് ആംഗുലർ ഏത് വെർഷനാണോ യൂസ് ചെയ്യുന്നത് ആ വെർഷനെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂൾസ് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് വെർഷൻ എന്ന് പറയുന്നത് 19.0.2 ആണ്. ഇത് ആക്ച്വലി ആംഗുലർ 19 സപ്പോർട്ടഡ് ആണ്. ആംഗുലർ 18 നമുക്ക് NGX ബൂട്ട്സ്ട്രാപ്പ് 18 യൂസ് ചെയ്യാം. സോ നമ്മൾ ഇവിടെ ആംഗുലർ 19 ആണ് നമ്മുടെ പ്രോജക്റ്റ്. സോ അതുകൊണ്ട് നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പോവാം. ഇപ്പോൾ നിങ്ങൾ ആംഗുലർ 18 അല്ലെങ്കിൽ ആംഗുലർ 17 പ്രീവിയസ് വെർഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർക്കണം, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വെർഷൻ നോക്കിയിട്ട് എടുക്കണം. അതായത് നിങ്ങളിപ്പോൾ ആംഗുലർ 17 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ NGX ബൂട്ട്സ്ട്രാപ്പ് അറ്റ് 12.xx എന്ന് പറഞ്ഞ് അറ്റ് 12 എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അറ്റ് 12 കൊടുക്കുമ്പോൾ ആ NGX ബൂട്ട്സ്ട്രാപ്പിന്റെ 12th വെർഷൻ ആയിരിക്കും എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും ഇൻസ്റ്റാൾ ആവുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരും. ഓക്കെ, ഇവിടെ എനിക്ക് വെർഷൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആംഗുലർ വെർഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ NGX ബൂട്ട്സ്ട്രാപ്പ് എടുക്കാം. ഓക്കെ,
NGX ബൂട്ട്സ്ട്രാപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഫോണ്ട് ഓസം എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, സോ 3 മൊഡ്യൂളാണ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്: ബൂട്ട്സ്ട്രാപ്പ്, NGX ബൂട്ട്സ്ട്രാപ്പ്, ഫോണ്ട് ഓസം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, സോ നമ്മുടെ പാക്കേജ് JSON-ലേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടെ, ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഫോണ്ട് ഓസം NGX ബൂട്ട്സ്ട്രാപ്പും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. NGX ബൂട്ട്സ്ട്രാപ്പിന്റെ വെർഷൻ ആണ് 19.0.2. അതാണ് നോട്ടെ നമ്മുടെ ഈ ലേറ്റസ്റ്റ് വെർഷൻ. അതുപോലെ ബൂട്ട്സ്ട്രാപ്പ് 5 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ലേറ്റസ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആംഗുലർ JSON-നകത്ത് നമ്മൾ മാനുവലി ആയിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൂട്ട്സ്ട്രാപ്പിനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്മളുടെ ആംഗുലർ JSON-ൽ വന്നു കഴിഞ്ഞാൽ പ്രോജക്ട്സിനകത്ത് ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് നെയിമാണ്. അതിനകത്ത് ആർക്കിടെക്റ്റിനകത്ത് വരുന്നത് സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു അറേ ഉണ്ട്. അതിനകത്ത് നമ്മളുടെ മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ SRC styles.css ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഒരു ഗ്ലോബൽ CSS ഫയലാണ്. നമ്മൾ ഒരിക്കലും ഈ ഗ്ലോബൽ സ്റ്റൈലിന്റെ തൊട്ട് താഴെ നമ്മുടെ മൊഡ്യൂളിന്റെ സ്റ്റൈല് മൊഡ്യൂളിന്റെ സ്റ്റൈൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ style.css, അതായത് നമ്മുടെ കസ്റ്റം ഗ്ലോബൽ സ്റ്റൈൽ CSS ഫയൽ എപ്പോഴും നമ്മൾ ഇത് താഴോട്ടായിരിക്കണം, ലാസ്റ്റ് ആയിരിക്കണം വെക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ സ്റ്റൈൽസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ആദ്യമേ നമ്മുടെ മൊഡ്യൂളിന്റെ സ്റ്റൈൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മൊഡ്യൂളിന്റെ സ്റ്റൈൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് ബൂട്ട്സ്ട്രാപ്പിന്റെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോഡ് മൊഡ്യൂൾസ് എടുക്കുക. ഓക്കെ, നോഡ് മൊഡ്യൂൾസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ഫോൾഡേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പിനകത്ത് ഡിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്ത് CSS-നകത്ത് നമുക്കിവിടെ ബൂട്ട്സ്ട്രാപ്പ് min.css ഫയലുണ്ട്. ഓക്കെ, നോർമലി നമ്മൾ വെബ്, അതായത് നോർമൽ നമ്മൾ HTML CSS JavaScript ആണെങ്കിൽ നമ്മൾ അവിടെ HTML-ന്റെ അവിടെ ഒരു ലിങ്ക് നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് min.css ബൂട്ട്സ്ട്രാപ്പിന്റെ jQuery അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അതുപോലെ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത്. ഓക്കെ, നമ്മൾ സ്റ്റൈലും കാര്യം നമ്മൾ index.html-ന് പകരം നമ്മളിവിടെ ആംഗുലർ JSON ഫയലിനകത്തോട്ട് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ നമുക്കിവിടെ ബൂട്ട്സ്ട്രാപ്പ് min.css ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോഡ് നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യണം, നോഡ് മൊഡ്യൂൾസ് /bootstrap /dist /css/ നമുക്ക് bootstrap.min.css. ഓക്കെ, അതൊന്നും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വേണ്ടത്, നമുക്ക് ഫോണ്ട് ഓസം കൂടെ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് NGX ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് ഓൾറെഡി അത് ഡിഫൈൻഡ് ആംഗുലറിന്റെ ബൂട്ട്സ്ട്രാപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റൈൽസിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അത് ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു ബൂട്ട്സ്ട്രാപ്പ്, അതായത് ഈ ഒരു സാധനം ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ, ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ സ്റ്റൈൽസിനകത്ത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഫോണ്ട് ഓസം ആണ് വേണ്ടത്. ഫോണ്ട് ഓസം, ഫോണ്ട് ഓസമിനകത്ത് നമുക്ക് ഫോണ്ട് ഓസമിനകത്ത് CSS min.css ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. നോഡ് മൊഡ്യൂൾസ് നോഡ് മൊഡ്യൂൾസിനകത്ത് നമുക്ക് വേണ്ടത് ഫോണ്ട് ഓസം /CSS/ font awesome .min.css. ഓക്കെ, ഈ രണ്ട് സാധനങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഇനി ഇത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ സ്റ്റൈൽസ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം.
ഈ സെർവർ നമ്മൾ ഡേറ്റിംഗ് ആപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഡേറ്റിംഗ് ആപ്പ് നമ്മൾ റീലോഡ് ചെയ്തപ്പോൾ കണ്ടോ, നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് സ്റ്റൈൽ ആഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ H1 ടാഗിനകത്ത്, ഓക്കെ, H1 ടാഗിനകത്ത് H1 എലമെന്റിൽ നമ്മൾ ഇവിടെ കണ്ടോ ബൂട്ട് സ്ട്രാപ്പ് CSS ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത സ്റ്റൈൽസ് എല്ലാം നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ H1 എലമെന്റ് എന്ന് പറയുന്ന സ്റ്റൈല് ആക്ച്വലി ബൂട്ട് സ്ട്രാപ്പ് സ്റ്റൈലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഡിഫൈൻ ചെയ്ത സ്റ്റൈലും കാര്യങ്ങളാണ്. നമ്മൾ നോർമൽ സ്റ്റൈലും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ബൂട്ട് സ്ട്രാപ്പും ഫോണ്ടോസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. എന്തെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ഇട്ടാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ.